അപ്പോൾ ഇതിൻ്റെ രഹസ്യം എന്താണ് നമ്മൾ അറിയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലായത് ആദിവാസി ഓയിലാണെന്നാണ് ഇതിൻ്റെ സീക്രട്ട്. അതായത് ഒരു മാജിക് ഓയിൽ. അതുമാത്രമല്ല ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ ചേച്ചിന്ന് ഞാൻ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചേട്ടൻ, ഇത് ചേച്ചിയല്ല ചേട്ടനാണ്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ M4Tech ചാനലിലെ നമ്മുടെ ജിയോ മച്ചാൻ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ നമ്പർ 1 യൂട്യൂബ് ചാനലിൽ ഒന്നാണ് M4Tech. നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അവരുടെ ചാനലിൽ. നമുക്ക് അവരുടെ വീഡിയോസൊക്കെ കണ്ടിരുന്നു പോകാൻ തോന്നുമല്ല, അത്രമാത്രം എൻജോയ്മെൻ്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ M4Tech മച്ചാൻ, ജിയോ മച്ചാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ആദിവാസി ഹെയർ ഓയിലിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ. അതായത് അവരുടെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു എണ്ണ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ആ എണ്ണ തേച്ചിട്ട് കുറെ ആണുങ്ങൾക്കൊക്കെ ഇങ്ങനെ മുടി വളർന്ന് കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ M4Tech ജിയോ മച്ചാൻ ചെയ്തിട്ടുണ്ടായി. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ജിയോ മച്ചാൻ ഒരു വീഡിയോ ചെയ്തത്. കുറച്ചൊരു ഉടായ്പായിട്ട് നമുക്ക് തോന്നിയത്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു ഓയില് ഞാനും മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 500 രൂപയായിരുന്നു ആ ഒരു ബോട്ടിൽ. ഒരെണ്ണത്തിന് 500 രൂപയായിരുന്നു. നമ്മൾ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്ത് അത് മേടിച്ച് തേച്ചത്. ആ ഒരു ബോട്ടിൽ തീരുന്നിടം വരെ ഞാൻ തേച്ചിരുന്നു. എനിക്ക് കാര്യമായിട്ട് മുടിക്ക് യാതൊരു മാറ്റവും വന്നില്ല. മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു, മുടി വളർന്നതുമില്ല, ഒന്നും തന്നെ തോന്നിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ജിയോ മച്ചാൻ വന്നിട്ട് പറയുന്നത് ഈ ഒരു ഹെയർ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മുടി വളരും. അപ്പം അതിൽ കുറെ ആണുങ്ങൾ മുടി വളർത്തിയത് നിൽപ്പുണ്ട്, അതുപോലെ തന്നെ പെണ്ണുങ്ങളും കുറെ പേര് മുടി വളർത്തിയത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരോടൊക്കെ ചോദിച്ചു എത്ര നാളായി മുടി വളർത്താൻ തുടങ്ങിയിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാണ് പറയുന്നു 3 മാസമേ ആയുള്ളൂ, പെണ്ണുങ്ങളൊക്കെ പറയുന്നു ഇവർ 1 വർഷമേ ആയുള്ളൂ എന്ന്. അപ്പൊ നമ്മൾ ഈ ഒരു പരസ്യം കാണുമ്പോൾ തൊട്ട് ഇവർക്ക് എല്ലാവർക്കും ഇത്രയും മുടി തന്നെ ഉണ്ട്. അപ്പൊ അതിൽ തന്നെ കള്ളത്തരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്തായാലും ജിയോ മച്ചാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കാരണം ഇതൊരു കുറച്ചൊരു ഉടായ്പാണ്. കാരണം നമ്മൾ ആ ഒരു എണ്ണ മേടിച്ച് യൂസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ജിയോ മച്ചാൻ്റെ വീഡിയോസ് എല്ലാം കാണാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഉടായ്പാണ്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു എണ്ണ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാം. അത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാന്ന്. അപ്പോൾ ഇതൊരു പരസ്യത്തിന് ഒരു പ്രൊമോഷൻ പോലത്തെ വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും എനിക്കിപ്പോ ഞാൻ ആ ഒരു എണ്ണ തേക്കാൻ തുടങ്ങിയത് ഒരു 30 വയസ്സിലായിരുന്നു. അതായത് 1-2 വർഷമായി ആ ഒരു എണ്ണ തേച്ചിട്ട്. അപ്പോൾ എനിക്ക് മുടി പ്രത്യേകിച്ച് വളർന്നില്ല, മുടി കൊഴിച്ചില് മാറിയില്ല, ഇവർ ഈ പറയുന്ന പോലെ ഒരു സംഭവം ഉണ്ടായില്ല. അപ്പൊ അവര് പറയുന്ന പോലെ എന്നെ 108 സംതിങ് ആയി ഉള്ള പച്ചമരുന്നുകൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു എണ്ണയാണ്. ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി കോട് പോലെ വളരുമെന്നൊക്കെയാ പറയുന്നത്. ചുമ്മാതാ. കാരണം നമുക്കിതറിയാം, നമ്മൾ തേച്ച് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം. അപ്പൊ എന്തായാലും നമ്മുടെ ജിയോ മച്ചാൻ ഈ ഒരു വെട്ടിൽ വന്ന് വീണു പോയല്ലോ എന്ന് ഞാൻ ഓർക്കാണ്. കാരണം അതില് ആ ഒരു വീഡിയോ ജസ്റ്റ് എല്ലാവരും ഒന്ന് കയറി നോക്കുക കേട്ടോ. അതിൽ ആ ഒരു ജിയോ മച്ചാന്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ കുറച്ച് ആണുങ്ങൾ നിൽപ്പുണ്ട്, കുറച്ച് പെണ്ണുങ്ങൾ നിൽപ്പുണ്ട്. പെണ്ണുങ്ങളെല്ലാം തിരിഞ്ഞു നിൽക്കും, എന്നിട്ട് ഇത് പനങ്കുല പോലെ മുടി കിടക്കാണ്. അപ്പൊ അതില് ഈ ആണുങ്ങളുടെ മുടി കാണിക്കുന്നതില് ലാസ്റ്റത്തെ ഒരുത്തൻ്റെ ഒരു ചുരുണ്ട മുടി പോലത്തെ ഒരു മുടിയുള്ള ഒരുത്തനുണ്ട്. അവന്റെ മുടി കണ്ടപ്പോ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം, എനിക്ക് ആ ഒരു മുടി കണ്ടിട്ട് അത് ഒറിജിനൽ ആണെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഇവരുടെ ഈ ഒരു ആദിവാസി ഹെയർ ഓയിലിന്റെ ഇതുപോലെ തന്നെ ഒരു വീഡിയോ വേറെയും ഒരു യൂട്യൂബ് ചാനൽ, അതായത് നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള ഒരു യൂട്യൂബ് ചാനലില് ഒരു ആൾക്കാർ ചെയ്തിട്ടുണ്ടായി. പക്ഷെ ഇപ്പൊ നമ്മുടെ ജിയോ മച്ചാനും കൂടി ഈ ഒരു വീഡിയോ ചെയ്തു. അപ്പൊ ഈ ഒരു സാധാരണ ജിയോ മച്ചാന്റെ വീഡിയോസ് ഒക്കെ വന്നു കഴിയുമ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ ലക്ഷക്കണക്കിന് വ്യൂ വരുന്നതാണ്. പക്ഷെ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഇത്രയും നേരമായിട്ട് ഒരു 50,000 പോലും ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം കുറച്ചൊക്കെ അതിൽ എന്തൊക്കെ ഉടായ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ബിസിനസ്സാണ്. പക്ഷെ ഒരു ബിസിനസ് ആകുമ്പോൾ അതിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് പ്രയോജനം ഉണ്ടാവണം. അല്ലാതെ അതിനു വേണ്ടി നമ്മൾ പരസ്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറെ പബ്ലിസിറ്റിയോ അല്ലെ പ്രൊമോഷനോ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ജിയോ മച്ചാന്റെ ഒരു വീഡിയോക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്തിടുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ആ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി. അപ്പൊ അന്ന് ഞങ്ങൾ ആ ഒരു ബോട്ടിൽ മേടിച്ചപ്പോഴത്തേക്കും 500 രൂപയായിരുന്നു. അപ്പൊ ഇന്നത്തെ ഇവരുടെ ഈ ഒരു വീഡിയോയിൽ ഈ ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത്, അതിന്റെ സൈറ്റും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് ജിയോ മച്ചാന്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയുടെ താഴെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു സൈറ്റിൽ കയറി നോക്കി.
അപ്പൊ ഈ ബോട്ടിലിന് 2000 രൂപയാണ് ഈ എണ്ണയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം, 2000 രൂപ. ആ 2000 രൂപയുടെ എണ്ണ നമ്മൾ മേടിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും പൈസ മുടക്കി ഈ ഒരു എണ്ണ മേടിച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇത് നമ്മളൊക്കെ ഓൾറെഡി ഈ ആൾക്കാർ തന്നെയാണ്, ഇവരുടെ എണ്ണ തന്നെയാണ് നമ്മളും മേടിച്ച് യൂസ് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ആദിവാസി ഹെയർ ഓയിൽ തന്നെയാണ് നമ്മളും മേടിച്ച് ഉപയോഗിച്ചിട്ട് ഒരു മാറ്റവും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഇപ്പോഴും കോഴിവാല് പോലത്തെ മുടിയേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ജിയോ മച്ചാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. സാധാരണ രീതിയിൽ ജിയോ മച്ചാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാത്തതാണ്. ഇനിയിപ്പോൾ ഇതെന്താ സംഭവം എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ഇവര് ഭയങ്കര ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് നല്ലതാണ്, തലവേദന മാറും, മൈഗ്രെയിൻ മാറും, അതുപോലെ മുടി സമൃദ്ധമായിട്ട് വളരും, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. ഈ എണ്ണ തേച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ആണുങ്ങൾക്കും ഈ ഒരു എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ എന്തായാലും ജിയോ മച്ചാൻ ഇതിന്റെ ഈ ഒരു വീഡിയോ ചെയ്തതല്ലേ, അപ്പൊ ഒന്ന് പെരട്ടി അതൊന്ന് പരീക്ഷിച്ചൊന്ന് മുടി വളർത്തി കാണിക്കും. അപ്പൊ നമ്മൾ വിശ്വസിക്കാം അത് ഒറിജിനൽ ആണോ എന്ന് നമുക്കത് വിശ്വസിക്കാം. അതൊന്ന് എണ്ണ ഒന്ന് പെരട്ടിയിട്ട് ഒന്ന് മുടി വളർത്തി കാണിക്കുക, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. സാധാരണ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിച്ച് നമുക്കതിൽ ബലം കിട്ടിക്കഴിയുമ്പോൾ വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ജിയോ മച്ചാൻ ഈ ഒരു വീഡിയോ ചെയ്ത സ്ഥിതിക്ക് ഒന്ന് അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പം ഭാര്യയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കണം. എന്നിട്ട് മുടി വളരുമോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാമല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ ഇത് മേടിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇതുപോലെ ഈ ഒരു എണ്ണ മേടിച്ച് യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഞാൻ മേടിച്ച് യൂസ് ചെയ്തിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. ഞങ്ങളുടെ 500 രൂപ പോയി എന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ജിയോ മച്ചാൻ ഇവരുടെ ഈ ഒരു വീഡിയോ എടുത്തിട്ടപ്പോ നമുക്കുണ്ടായ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.